ഞാൻ വി ജോൺ പൗലോസ്, സേവ് കേരള ടീമിൻ്റെ സെക്രട്ടറിയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി കൊടുത്തിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിലുള്ള എന്തൊക്കെ ഡൗൺ സ്ട്രീമിൽ ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ആഘാതങ്ങളുണ്ടാവും, അതിനെപ്പറ്റി ഒരു സർവേ, അത് ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് തമിഴ്നാടിനെയോ മറ്റു സ്റ്റേറ്റിനെയോ ഒന്നും നമ്മൾ കക്ഷി ചേർത്തിട്ടില്ല. നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 പ്രകാരമാണ് ഹൈക്കോടതിയിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മൾ ഹർജി കൊടുത്തിരിക്കുന്നത്. അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 9-ാം തീയതിയും ആ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സംഭവം നടന്നിരിക്കുന്നത് നമുക്ക് 999 വർഷത്തിന് എഗ്രിമെൻ്റ് എഴുതി അന്ന് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെന്ത് സമ്മർദ്ദം കൊണ്ട് എഴുതിയായാലും നമ്മൾ സുപ്രീം കോടതിയിൽ കേസും കൊണ്ട് ചെന്നപ്പോൾ 2014 വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ചോദിക്കുന്നത്. ശരി, ഇത് അന്ന് 999 വർഷത്തെ കാലാവധിക്കാണ് നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതിയിരിക്കുന്നത്, ഓക്കെ. പക്ഷേ നിങ്ങൾ എന്തിനു പുതുക്കി കൊടുത്തു? നിങ്ങൾ പുതുക്കി കൊടുത്തപ്പോൾ എഗ്രിമെൻറ്റിന് നിങ്ങൾ അംഗീകരിച്ചതിന് തുല്യമല്ലേ? നിങ്ങൾ 1970 എഗ്രിമെൻറ്റ് പുതുക്കിയോടുകൂടി ആ എഗ്രിമെൻറ്റ് വാലിഡിറ്റിയായി. അപ്പോൾ ഏറ്റവും വലിയ ചതി അന്ന് നമ്മുടെ അച്യുതാനന്ദൻ സർക്കാരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചതിയുടെ തുടക്കം എന്ന രീതിയിലാണ് പിന്നീട് എല്ലാം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ എഗ്രിമെൻറ്റിൽ സപ്ലിമെൻ്ററി എഗ്രിമെൻറ്റിൽ നമുക്ക് കിട്ടിയ ആനുകൂല്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമിൽ നിന്ന് മത്സ്യം പിടിക്കാം. 5 രൂപ ഉണ്ടായിരുന്ന പാട്ടക്കാരായിരുന്നു 30 രൂപയ്ക്ക് മാറ്റി. വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതേസമയത്ത് അവർക്ക് 100 ഏക്കർ കൂടുതൽ സ്ഥലം വേറെ കൊടുത്തു, അവർക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അന്ന് അങ്ങനെ ഒരു ചതി നടന്നു. പക്ഷേ ഈ 2014 വന്ന കേസ് നടന്നിരിക്കുന്ന വിധിക്കകത്തും ഒരു കാര്യം ചോദ്യം ചെയ്തിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കരാറ്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കരാറിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് സുപ്രീം കോടതി ചെക്ക് ചെയ്തു. അപ്പോൾ അത് നിയമപ്രകാരം വാലിഡിറ്റി ഉണ്ട്, നിയമസാധ്യതയുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിന് മെയിൻ കാരണം പറഞ്ഞത് നമ്മൾ തന്നെ 1970 കരാർ പുതുക്കിയത് കൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു കരാറ്, അതായത് നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഏത് കരാറാണെങ്കിലും അത് പുതുക്കുകയോ അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അംഗീകാരം വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അംഗീകാരമില്ലാതെയാണ് അന്ന് കരാർ പുതുക്കിയിരിക്കുന്നത്. അത് നമ്മൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തില്ല. അതാണ് രണ്ടാമത്തെ ചതി. അപ്പോൾ ഈ ചതികളെല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഇപ്പം നമ്മുടെ തലയുടെ മുകളിലൊരു ജലബോംബായിട്ട് ഇരിക്കുന്നത്. ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം 3ആയിട്ട് വിഭജിക്കപ്പെടാൻ പോവുകയാണ്. ഒന്ന് തൃശ്ശൂരിനപ്പുറത്തേക്ക് ഒരു കേരളവും, അങ്ങ് പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് വേറെ കേരളവും, നടുഭാഗത്തുള്ള വേറൊരു കേരളവും. അപ്പോൾ ഈ നടുഭാഗത്തുള്ള കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ആശങ്ക. ഏകദേശം 1.25 കോടി ജനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കാനും 50 ലക്ഷത്തിനടുത്ത് ആൾക്കാർ മരണപ്പെടാനും സാധ്യത ഉണ്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ. ഇതിൽ നമുക്ക് ഇവിടെ ഉള്ള ഈ 6 ജില്ലയിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇതും കൊണ്ടുണ്ടാകുന്ന ദോഷം. ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ 6 ജില്ലകൾ നശിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എത്രമാത്രം ഫാക്ടറികൾ, വിഷവാതകങ്ങൾ, അതുപോലെ ഓയിൽ ടാങ്കുകൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം പൊട്ടി വന്നു കഴിഞ്ഞാൽ വിഷവായു എവിടെയെല്ലാം എത്തുമെന്ന് നമുക്കറിയാൻ പറ്റുമോ? കേരളം മാത്രമല്ല, കേരളം കഴിഞ്ഞും പോവും. പിന്നെ ഈ ഡാം പൊട്ടി വരുന്നത് ഏകദേശം 800 കിലോമീറ്റർ സ്പീഡിൽ വരിക എന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അറബിക്കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അറബിക്കടൽ അങ്ങോട്ട് കടൽ ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ അത് അനേക ഇരട്ടി ശക്തിയിലാണ് പിന്നെ സുനാമിയായിട്ട് വരിക. ആ സുനാമി വരിക കേരളം മാത്രമായിരിക്കില്ല, തമിഴ്നാടിൻ്റെ ഏരിയ, കർണാടകം, ഗോവ എല്ലായിടത്തും ഇതിൻ്റെ ആഘാതം ഉണ്ടാകും. അതുകൂടാതെ നമ്മുടെ രാജ്യസുരക്ഷയെ ഇത് ബാധിക്കും. രാജ്യസുരക്ഷയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലാണുള്ളത്. അതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ബാധകമാണ്. അപ്പോൾ ആശങ്ക എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് മാത്രം എന്തെങ്കിലും സംഭവിക്കുന്നതല്ല, ഇന്ത്യക്ക് തന്നെ അത് വലിയൊരു ആപത്തായിട്ട് മാറും. ഇത് നമ്മുടെ തലയ്ക്ക് മുകളിലിരിക്കുന്ന ഒരു ബോംബാണ്. ഇതിന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. പരിഹാരം ഉണ്ടാക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഉണ്ട്. തമിഴ്നാടിന് ജലം കൊടുത്തുകൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അതിന് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധരാവണം. അതായത് മറ്റു സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് മനഃപൂർവ്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാം. തമിഴ്നാടും കേരളവും കേന്ദ്ര സർക്കാരും കൂടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇത് തീർക്കുകയില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആശങ്ക. ഇതിന് നമ്മളൊരു പരിഹാരമായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്നത്, സുപ്രീം കോടതി വിധിയിൽ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എംപവർ കമ്മിറ്റിയുടെ നിർദ്ദേശം പ്രകാരം സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. അതായത് 50 അടി ഉയരത്തിൽ ഒരു ടണലുണ്ടാക്കി തമിഴ്നാട്ടിലേക്ക് ജലം കൊണ്ടുപോവുക.
ഏറ്റവും നല്ലൊരു നിർദ്ദേശമാണ്. തൽക്കാലം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നിർദ്ദേശം അത് മാത്രമാണ്. അപ്പോൾ അത് ആ ജലം കൊണ്ടുപോയി അവിടെ ശേഖരിക്കുക. അവർക്ക് അപ്പോൾ നമുക്ക് 50 അടി ഉയരത്തിലേക്ക് ഏത് സമയത്തും വെള്ളത്തിൻ്റെ ലെവൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു ആശങ്ക മാറും. എങ്കിലും മനുഷ്യനിർമ്മിതമായ എല്ലാ കാര്യങ്ങൾക്കും എക്സ്പയർ ഡേറ്റ് ഉണ്ട്. എത്ര ജലം കൊണ്ടായാലും പിന്നീടായാലും ഇത് ഡീകമ്മീഷൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഡീകമ്മീഷൻ ചെയ്യണം. തമിഴ്നാടിന് അതിന് ശേഷം തടയണ പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 50 അടി ഉയരത്തിൽ ഒരു ടണലുണ്ടാക്കുക. ആ ടണലിൽ കൂടി തമിഴ്നാടിനുള്ള ആവശ്യമുള്ള ജലം വൈഗൈ ഡാമിലേക്ക് കൊണ്ടുപോയി അവിടെ ശേഖരിക്കുക. അതിനുശേഷം അവർ ഉപയോഗിക്കുക. തമിഴ്നാടിന് ജലം കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് സുരക്ഷയും വേണം. അതിനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം കൂടെ ഒത്തുനിൽക്കുക. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ഒന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് തീരും. ഈ ഒരു വലിയൊരു ജലബോംബിൻ്റെ ഭയപ്പാടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ സാധിക്കുള്ളൂ. അതിന് എല്ലാ നാട്ടുകാരും, എല്ലാ സുഹൃത്തുക്കളും, എല്ലാ കേരളീയരും, എല്ലാ മലയാളികളും ഇതിന് ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു.